ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് കാവ്യ. ഞാൻ PWD NH സബ് ഡിവിഷൻ കാഞ്ഞിരപ്പള്ളിയിൽ 3rd ഗ്രേഡ് ഓവർസിയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഹോളിമാതയിൽ 2017 ഒരു ഡിസംബർ തുടങ്ങിയാണ് വന്ന് ക്ലാസ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളത്. സൺഡേ ബാച്ചിലായിരുന്നു അന്ന് സൺഡേ ബാച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സൺഡേ ബാച്ചിന് വന്ന് അപ്പോൾ കോർപ്പറേഷനിൽ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് അങ്ങനെ അറിഞ്ഞിട്ടാണ് നമ്മൾ ഷിൻഡോ സാറിനെ വിളിച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ട് ഇവിടെ വന്ന് ജോയിൻ ചെയ്തത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിത് പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെയുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കാരണം PSC അതുവരെ അങ്ങനെ ട്രൈ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പരീക്ഷകൾ അധികം എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് എന്താ പറയുക, ഷിൻഡോ സാറിനെ കണ്ട് ഷിൻഡോ സാർ എല്ലാ ഞായറാഴ്ചകളിലും ക്ലാസ്സിലേക്ക് വരും, എല്ലാവർക്കും മോട്ടിവേഷൻ തരും, എങ്ങനെ പഠിക്കണം എന്നുള്ളത് പറഞ്ഞു തരും, സാർ ക്ലാസ് എടുക്കും. അങ്ങനെ സാറിൻ്റെ ക്ലാസ് കേട്ട് മോട്ടിവേഷനും പിന്നെ ക്ലാസ്സും ഒക്കെ കേട്ട് നമുക്കൊരു പഠനത്തിലേക്കുള്ളൊരു ഇൻട്രസ്റ്റ്, നമുക്കും പഠിച്ചാൽ കിട്ടും, ഇത്ര വലിയ എന്താ പറയുക, നമുക്ക് കിട്ടാത്തൊരു സംഭവം ഒന്നല്ല ഈ PSC ജോബ് എന്നുള്ളത് നമുക്കങ്ങനെ മനസ്സിലായത് ഷിൻഡോ സാറിൻ്റെ ആ ഒരു മോട്ടിവേഷനും ക്ലാസ്സും ഒക്കെ കൂടിയായപ്പോൾ. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റെഗുലർ ബാച്ചിന് ജോയിൻ ചെയ്തു. 2018 പകുതിയായപ്പോഴേക്കും അപ്രന്റീഷിപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് പിന്നെ വേറെ ജോലി അങ്ങനെയൊന്നും ആലോചിക്കാൻ നിന്നില്ല, നേരെ വന്ന് ഇവിടെ റെഗുലർ ബാച്ചിൽ ജോയിൻ ചെയ്തു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സ്ഥിരമായിട്ട് ക്ലാസ്സിൽ വരിക, പഠിക്കുക, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ച വരെ അവിടെ ഇരുന്ന് എന്താ പറയുക, ക്ലാസ് ഉണ്ടാവും. ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കുക, ആ ഒരു ഇതിലായിരുന്നു ആദ്യം തുടങ്ങിയത്. പിന്നീട് എന്താ പറയുക, നമുക്ക് ഒരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായി, അതൊക്കെ സൗഹൃദങ്ങൾ കിട്ടി. അപ്പോൾ എല്ലാവരും ഒരുപോലെ പഠിക്കണം, ജോലി കിട്ടണം എന്ന് ആഗ്രഹമുള്ളവരായിരുന്നു എല്ലാവരും. അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഈ പഠനം എന്ന് പറയുന്നത് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ടൊന്നും തോന്നില്ല. നമ്മൾ സാധാരണ കോളേജിൽ പോയിരുന്ന പോലെ ബിടെക്കിനും ഡിപ്ലോമയ്ക്കൊക്കെ പഠിച്ചിരുന്ന പോലെ തന്നെയാണ് പിന്നീട് ഹോളിമാതയിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ഒരു പഠനം അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല. നമുക്ക് ഉറക്കം വരില്ല. നമ്മൾ അതിന് വേണ്ടി നമുക്ക് നമ്മൾ പുതിയ അറിവുകൾ കിട്ടുമ്പോൾ നമ്മൾ ഇത്രയും നാൾ പഠിച്ചതൊന്നും ഒന്നായിരുന്നില്ല എന്നുള്ളൊരു ഇത് വരും. കാരണം കുറേ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ നമ്മളെന്താ ജയിക്കാൻ വേണ്ടി പഠിക്കുന്നതാണ്. പക്ഷേ ഹോളിമാതയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് മൊത്തത്തിൽ ജീവിതാവസാനം വരെ നമുക്ക് കൂടെ ഒരു ബലമായിട്ട് നിൽക്കാനായിട്ടൊരു ജോലി എന്നുള്ള രീതിയിലല്ലേ നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പോൾ ഒരു ട്രാക്കിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാണ്. നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യമായിട്ട് മാറും ഈ പഠിക്കൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതിനൊപ്പം തന്നെ നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഷിൻഡോ സാറ് അതിന് നമ്മളെന്താണ് ഡൗൺ ആയി എന്നുള്ള കാരണം പറഞ്ഞ് നമ്മളെ വീണ്ടും മോട്ടിവേറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങുമായിരുന്നു. ഒരു 2018 ലാസ്റ്റ് ആയപ്പോഴേക്കും അങ്ങനെ ഈ ഒരു 3rd ഗ്രേഡ് ഓവർസിയർ അങ്ങനത്തെ കുറച്ച് എക്സാംസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ആദ്യമേ വന്നു. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, ഹോളിമാതയിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത പോലെ പിള്ളേരായിരുന്നു അന്നുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഓരോരോ സ്റ്റഡി ഗ്രൂപ്പ്സ് ആയിട്ട് ഇങ്ങനെ ചെറിയ ഗ്രൂപ്പ്സ് ആയിട്ട് ഇരിക്കും, എല്ലാവരും പഠിക്കും. ഒരു ഗ്യാങ്ങിൽ വല്ലതും അറിയാത്തതുണ്ടെന്ന് വെച്ചാൽ അടുത്ത ഗ്രൂപ്പിൽ ചെന്ന് ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് അത് ഓരോ സബ്ജക്റ്റുകളായിട്ട് പഠിച്ചു തീർത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് പഠിക്കും. പിന്നെ അത് കൂടാണ്ട് എക്സാംസ്, ഹോളിമാതയിൽ എന്ന് എക്സാംസ് ഉണ്ടായിരുന്നു ആ ഒരു സമയമായപ്പോഴേക്കും. എല്ലാ ദിവസവും നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ആൻസർ ചെയ്ത് നമുക്ക് ആ ഒരു പരീക്ഷ പേടി, ക്വസ്റ്റ്യൻസ് കാണുമ്പോഴുള്ളൊരു പേടിയൊക്കെ അങ്ങനെ അത് മാറി. അങ്ങനെ പിന്നെ പരീക്ഷകൾ വന്നു, എഴുതിയ പരീക്ഷകളിലൊക്കെ ലിസ്റ്റിൽ കയറാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ ആ ഗ്രൂപ്പ് കമ്പൈൻ സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്രയും അടിപൊളി ഗ്രൂപ്പായിരുന്നു ഞങ്ങളെന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിൽ നിന്ന് എല്ലാ LSTDയിൽ PWDയിൽ ഇറിഗേഷനിലേക്കൊക്കെ ഓരോ എയിമാർ ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബാക്കി എല്ലാവരും ഞങ്ങളായിരുന്നു പഠിച്ചിരുന്ന എല്ലാവർക്കും PWD ഇറിഗേഷനായിട്ട് എല്ലാവരും ജോലി കയറി. അതിൽ നിന്ന് തന്നെ 3 എയിമാർ ഉണ്ട്. അപ്പോൾ അതൊക്കെയും നമുക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഫലമായിട്ട് ആണ് എല്ലാവർക്കും ജോലി കിട്ടിയിട്ടുള്ളത്. ഒരാൾ പോലും അതിൽ കിട്ടാതെ ഇരുന്നിട്ടില്ല. എല്ലാവരും ആത്മാർത്ഥമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പഠിച്ചു. അതിനനുസരിച്ച് എല്ലാവർക്കും എന്താ പറയുക, നല്ലൊരു ഭാവി കിട്ടി. അപ്പോൾ അതിനൊക്കെയും നമുക്ക് എന്താ പറയുക, നന്ദി പറയാനുള്ളത് ഷിൻഡോ സാറിനോടും ഹോളിമാതേനോടാണ്. ആ ഒരു
അങ്ങനത്തെ ഒരു ക്ലാസ് ഉണ്ടാക്കി തന്നേന്. നമുക്ക് വന്നിരുന്ന് പഠിക്കാനും ക്ലാസ് കേൾക്കാനും ഒക്കെയും നമ്മളൊരു എന്താ പറയുക സെക്കൻഡ് ഹോം പോലെ. വീട്ടിൽ നിന്ന് രാവിലെ തന്നെ ഇറങ്ങിക്കഴിഞ്ഞ് വേറൊരു വീട്ടിൽ വരുന്ന പോലെയായിരുന്നു ഹോളിമാതയിൽ അന്ന് വന്നിരുന്നപ്പോൾ. നമ്മളെല്ലാവരും അത്രയും അടുപ്പായിരുന്നു. അങ്ങനെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ജോലിയുണ്ട്, ജോലിയിൽ കയറി. അപ്പോൾ എല്ലാവരോടും ഇനി പഠിക്കുന്നവരോടായാലും പറയാനുള്ളത്, നമ്മൾ എന്തായാലും ജോലി കിട്ടും എന്നുള്ള ഉറപ്പിൽ നമ്മളങ്ങോട്ട് പഠിക്കുക. ജോലി കിട്ടണ വരെ പഠിക്കുക. ഇടയ്ക്ക് ഡൗൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത്, നമ്മൾ സാറിൻ്റെ മോട്ടിവേഷനും നമ്മൾ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും ആ ഒരു ട്രാക്കിലേക്ക് വരിക, പഠിക്കുക. നമുക്ക് എന്തായാലും അതിൻ്റെ ഫലമായിട്ട് നമുക്ക് നല്ലൊരു നിലയിലേക്ക് നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ള ഫലം എന്തായാലും കിട്ടും. അപ്പോൾ താങ്ക് യു.